1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണം കേട്ടാണല്ല മക്കളെ നമ്മൾ ഇന്ന് എഴീച്ചത്. മുറ്റത്ത് ഓടി കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് വീഴുന്ന് അതിന്റെ ചുണ്ടിത്തിപ്പോരം മുറിഞ്ഞ് ആ മുറിവൊന്ന് തുന്നിക്കെട്ടാൻ വേണ്ടി ഒരു ആശുപത്രിയിലോട്ട് കൊണ്ട് കയറ്റിയിട്ട് അതിനെ ഒരു ശവശരീരമായിട്ട് പുറത്തിറക്കുന്നതൊക്കെ എന്തൊരവസ്ഥയാണ്. ഇതൊന്നും കേൾക്കാനും കാണാനും അദ്യം ഇല്ലാണ്ട് പോയല്ലേ. ആ തന്തയും തള്ള 8 വർഷം ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു കുരുന്നാണെന്ന്. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. യവന്മാരൊക്കെ കുറെ കാശ് മുടക്കി ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങിയെന്നും പറഞ്ഞ് നാട്ടുകാരുടെയൊക്കെ ജീവനല്ലേ അവരുടെയൊക്കെ കയ്യിൽ ഇരിക്കണത്. ഇവര് കാശ് മുടക്കി പഠിച്ചെങ്കിൽ അതിന് തക്ക പൈസ കൊടുത്തല്ലേ നമ്മൾ ചികിത്സയ്ക്ക് ചെല്ലണത്. ഇത് എല്ലാം അടച്ചിട്ട് നമ്മുടെ ജീവനും കൂടെ ഇവരെടുക്കുകയാണ് കേട്ടാ. എന്തൊരു കെടുതിക്ക് വേണ്ടി ആശുപത്രിയിലോട്ട് ചെന്ന് കയറിയാലും ICUലോട്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററിലോട്ട് എന്നിട്ട് ഇത്രയും പോവാന്ന് ഒരു ബില്ല് ഇങ്ങി തരും. ഞാൻ ചോദിക്കണത്, നമ്മളെ രോഗികളെ ICUലോട്ടോ ഓപ്പറേഷന് മറ്റ് കയറ്റാനോ ഒക്കെ പോണ സമയത്ത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുമല്ല, അതിൽ അവർ എഴുതി പിടിപ്പിക്കണത് എന്തരാണ്? ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അനസ്തേഷ്യ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന്. ഡോക്ടർക്കല്ല, പിന്നെ അവൻ്റെ വീട്ടിൽ ഇരിക്കണവർക്കാണോ ഉത്തരവാദിത്തം? അതാ നമുക്കും എല്ലാം ആണോ ഉത്തരവാദിത്തം? നമ്മൾ കൈയിരിക്കണ രൂപയും കൊടുക്കണം, എന്നിട്ട് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് എഴുതിയും കൊടുക്കണം. യഥാർത്ഥത്തിൽ അവർ തിരിച്ചല്ലേ എഴുതി തരേണ്ടത്? ഇത്ര രൂപ കൈപ്പറ്റി ഇന്ന രോഗിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇത്ര രൂപ വാങ്ങിച്ച് അയാളെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുകയാണ്. എന്തെങ്കിലും രോഗിയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്നല്ലേ ഡോക്ടർമാർ എഴുതി തരേണ്ടത്. അപ്പൊ ഇത് എന്തൊരു കഷ്ടകാലമാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല.